ട്രാവൽ വിത്ത് മൈ ലെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് മേപ്പാടി കാലിക്കറ്റ് ഊട്ടി ഹൈവേയിലാണ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള വിഷ്ണുവാണ്. വിഷ്ണുവിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മുടെ കടുവാക്കുഴി ഹിൽ ടോപ്പ് കയറിയപ്പോൾ മെയിൻ നമ്മളെ ഇൻഫ്ലുവൻസും എല്ലാ ഹെൽപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നത് നമ്മുടെ വിഷ്ണുവാണ്. അപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ ഇന്നൊരു അടിപൊളി ഒരു ട്രക്കിങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു എവിടേക്കാണ്? അരുണമല. അപ്പോൾ അരുണമല മേപ്പാടിക്കാരുടെയും പിന്നെ വയനാട്ടുകാരുടെയും എല്ലാം അഭിമാനമായ ഒരു സ്പോട്ടാണ് അരുണമല. അപ്പോൾ അരുണമലയിലേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഒരു 6 കിലോമീറ്റർ അല്ലേ? ഇവിടുന്ന് മേപ്പാടിക്ക് ഒരു 6 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് ഏതെങ്കിലും മറ്റേ സ്പോട്ടിൽ മീനാക്ഷി എന്ന് പറഞ്ഞാൽ അവിടുന്ന് അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ട്രക്കിംഗ് ആണ്, ഒരു ഹിൽ ടോപ്പ് ട്രക്കിങ്. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ടെൻറ്റ് ക്യാമ്പിങ്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2-3 ഗസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തായാലും ഇവിടുന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കാഴ്ചകളെല്ലാം അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ നമുക്ക് വയനാട്ടിൽ എവിടെ വേണമെങ്കിലും ടൂറിസ്റ്റ് പാക്കേജുകളും എല്ലാം നമ്മൾ വിഷ്ണു ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയനാട്ടിൽ പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടൂറിസ്റ്റ് ഓരോ പാക്കേജുകൾക്ക് താല്പര്യമുള്ളവർ വിഷ്ണുവായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ വിഷ്ണുവായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അരുണമല ചെന്നിട്ട് അവിടുത്തെ ഒരു ട്രക്കിങ്ങും പിന്നെ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ലോണം ലൈഫ് എൻജോയ് ചെയ്യാം. നല്ലൊരു റിലാക്സ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ ടൂർ പാക്കേജ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും. നമുക്കെന്ന് വെച്ചാൽ ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. ഈ തിരക്കേറിയ ഒരു എന്താ പറയുക ജീവിതത്തിൽ വിട്ടുമാറി നിൽക്കാനും നമുക്ക് മനസ്സിൽ ഫാമിലിക്കും ഒരിക്കലും നഷ്ടമാവില്ല. ഒരിക്കലും അതാ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന 2 ദിവസം സ്വർഗത്തിലേക്ക് സ്വർഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലൊരു സ്വർഗമാണ്. വയനാട്ടുകാരുടെയും പിന്നെ മേപ്പാടിക്കാരുടെയൊക്കെ ഒരു അഭിമാനമായ ഒരു സ്ഥലമാണ് അരുണമല എന്നുള്ളത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെയൊക്കെ മെയിൻ പിന്നെ അഡ്വഞ്ചറസ് ട്രിപ്പ് പിന്നെ ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത്രയും ഒരു എന്താ പറയുക ഒരു ഹരമാണിപ്പോൾ. അത്രയും നല്ലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് മനോഹരമായ കാഴ്ചകളും പിന്നെ അവിടുത്തെ ഒരു ഹിൽ ടോപ്പിലേക്കുള്ള ട്രക്കിങ്ങും എല്ലാം നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഡ്രൈവ് ഉണ്ട് കുറച്ച്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളാണ് കേട്ടോ. മേപ്പാടിയിലൊക്കെ വന്നിട്ട് മേപ്പാടിയിലെ ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടു എല്ലാവരും. ഇത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാരുടെ ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് മെയിൻ സെൻട്രൽ സ്പോട്ടാണ്. 900 കണ്ടി നമ്മുടെ 900 കണ്ടി അരുണമല പിന്നെ ചെമ്പ്ര പീക്ക് സൂചിപ്പാറ അങ്ങോട്ടുള്ള എല്ലാം മെയിൻ ഒരു സിറ്റിയാണിത്. സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം എല്ലാവർക്കും അങ്ങോട്ടുള്ള എന്താ പറയുക ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകാനുള്ള മെയിൻ സ്ഥലമാണിത്. തുരങ്കപാത ബദൽ റോഡ് തുരങ്കപാത ബദൽ റോഡ് ഇതൊക്കെ വരുന്നത് ഈ ഒരു ഇതിലൂടെയാണ്. അപ്പോൾ മേപ്പാടി ഭാവിയിലൊരു എന്താ പറയുക അത്രയും ഫേമസ് ആകാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മൾ ഇതിലൂടെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നത്. കറക്റ്റ് മേപ്പാടി ടൗണിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചൂരൽമല റോഡാണ്. സൂചിപ്പാറ പോകണം. അപ്പോൾ ഈ റൂട്ടിലൂടെയാണ് നമ്മൾ സൂചിപ്പാറ പോകുന്നത്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചിട്ട് അല്ലേ. ഫ്രണ്ട്സ് കുറച്ച് 2 പേര് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫാമിലി നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോവുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവരെത്തിയിട്ട് നമുക്ക് നേരെ അവരെ പിക്ക് ചെയ്തിട്ട് പോകും. 2 ബോയ്സ് വരുന്നുണ്ട് കണ്ടില്ലേ. ഹായ്, എന്താ ശരി തൊട്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ 2 പേര് എത്തിയിട്ടുണ്ട്. എന്താ ശരി, എന്താ ഇത് പേര്? മനു. രാകേഷ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. 2 പേരും കൊടുങ്ങല്ലൂർ, എറണാകുളം. ഓക്കെ. അപ്പോൾ നമ്മൾ 2 പേരും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷ്ണു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ വെയിറ്റ് ചെയ്ത് നമുക്ക് നേരെ വണ്ടിയിലോട്ട് സംഭവം നേരെ ഡിക്കിലേക്ക് വെച്ചോ. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മീനാക്ഷി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കള്ളാടി അല്ലേ? ഇവിടുന്ന് 5 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ കള്ളാടി എന്ന് പറഞ്ഞ സ്പോട്ട് എത്തും. പിന്നെ അവിടുന്ന് 7 കിലോമീറ്റർ ഓഫ് റോഡാണ്. പിന്നെ അവിടുന്ന് 7 കിലോമീറ്റർ ജീപ്പിൽ ഓഫ് റോഡാണ്. അപ്പോൾ കിടിലൻ കാഴ്ചകളാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം ഫുൾ വീഡിയോ കാണാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു തേയിലത്തോട്ടത്തിലൂടെയുള്ള ചെറിയൊരു ഡ്രൈവൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു തേയിലത്തോട്ടം അതിൻ്റെ നടുക്കിലൂടെയുള്ള യാത്രയാണ്. ഇതന്നെ ഒരു ഓഫ് റോഡാണ്. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ജീപ്പിൽ വേറൊരു ഓഫ് റോഡും. ഇപ്പോൾ ഈ ഓഫ് റോഡ് ഇവിടുന്ന് കുറച്ച് ജീപ്പിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പോകാനുള്ള ജീപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ വിഷ്ണു ചാടി കയറി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ സെറ്റ് ഉണ്ട്. പോകല്ലേ നമുക്ക്? ഷെയറല്ലേ? ഇതാണ് നമ്മുടെ മാനിക്ക. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ ഈ ജീപ്പിലാണ് പോകുന്നത്. ഫുൾ ഓഫ് റോഡ് കാഴ്ചകളായിരിക്കും ഞാൻ അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബോയ്സൊക്കെ ബാക്കിൽ കയറിയിട്ടുണ്ട്. സാർ ബാഗൊന്നും പിടിക്കും.
നമുക്ക് ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ജീപ്പിലൂടെ യാത്ര ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവാം. റോഡ് പണി നടക്കുന്നില്ല, സൈഡിൽ മണ്ണൊക്കെ മൊത്തം ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിലൂടെ വരുന്നല്ലേ? അപ്പൊ നമ്മുടെ തുരങ്കപാത വരുന്ന ഒരു എന്താ ഭാവിയിലെ വയനാട്ടിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമാണിത്. അതിന് മുന്നോടിയായിട്ടുള്ള പണിയാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാം. എന്താ ചെയ്ത് ബാക്കിലവരൊക്കെ ഉഷാറല്ലേ? പൊളിയാണ്, എല്ലാവരും ഫുൾ ഹാപ്പി മൂഡിലാണ്. ഇപ്പൊ വിഷ്ണുവിന്റെ ഇനിയിപ്പോ നമ്മുടെ ടെന്റും പരിപാടികളൊക്കെ ഒന്ന് പോയിട്ട് കാണണം, കാഴ്ചകൾ ഒരുപാടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ആസ്വദിച്ച് എല്ലാവരും വരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു അരണമലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് വിഷ്ണു കോൺടാക്ട് ചെയ്യണം. നമ്മളെല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അത് കുഴപ്പമില്ല, പണി കഴിഞ്ഞാൽ ഉഷാറോ. പിന്നെ നമുക്ക് ജീപ്പിൽ പോകുന്നുണ്ടാകുന്ന ഒരു സീനില്ല. ഓഫ് റോഡ് ആ ഒരു ഡ്രൈവ് വേറെ മൂഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ. റൈഡ് എന്നൊക്കെ പറഞ്ഞാല് പൊളി റൈഡാണ്. ജീപ്പിലൂടെ ഉള്ളൊരു യാത്ര ഉണ്ടല്ലോ. പിന്നെ നമുക്കൊരു പ്രത്യേകത വെച്ചാൽ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഫോണിന്റെ റേഞ്ച് ഒന്നും കിട്ടൂല. അപ്പോൾ താഴ്ന്നൊക്കെ എല്ലാവരും മാക്സിമം പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം മേലോട്ട് വരാൻ. ഔട്ട് ഓഫ് റേഞ്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു മൊബൈലിന്റെ ഒരൊറ്റ സിഗ്നലും ഇല്ലാത്ത ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ? ജീപ്പ് ജിപ്സിയൊക്കെ ഉള്ളവർക്ക് പിന്നെ എന്താ പറയുക, ഒന്നും പറയണ്ട, നേരെ അങ്ങോട്ട് പോകുന്നോ. അത്രയും പോളി സ്ഥലമാണ്. നമ്മുടെ ആനവണ്ടി കണ്ടില്ലേ, കുതിച്ച് പാഞ്ഞു വരുന്ന സീനാണ്. ഇടയ്ക്കൂടെ നമ്മളെ ചേട്ടൻ്റെ മാരകമായ ഡ്രൈവിങ്ങും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ചേട്ടൻ കുറെ കൊല്ലം ഇവിടെ തുടങ്ങിയിട്ട്? നമ്മുടെ പ്രായത്തെക്കാട്ടി 82-ലോ? അപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിന് 10-15 വർഷം മുന്നേ 82 തൊട്ടിട്ട് ഏട്ടൻ ജീപ്പിൽ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യുന്നൊരു മിഡിലൈൻ ഡ്രൈവറാണ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ കൊറോണയൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ഇപ്പൊ നല്ലോണം ആൾക്കാർ വന്നു തുടങ്ങിയില്ല. ഇപ്പൊ നമ്മൾ ടാറിട്ട റോഡിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മണ്ണും കല്ലും നിറഞ്ഞ റോഡുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഒരു രക്ഷയില്ല റോഡ്. കണ്ടില്ല, കുണ്ടും കുഴിയും മാത്രമേ ഉള്ളൂ റോഡിൽ. ഇതിലൊന്നും ഓഫ് റോഡാണ്. ക്യാമറയും പിടിച്ച് താഴോട്ട് ഞാൻ പോയില്ലെങ്കിൽ നമുക്ക് മേലക്കിട്ട് കാണാം. കണ്ടില്ലേ, ചേട്ടൻ്റെ ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഒറ്റക്കൈയിൽ സ്റ്റിയറിങ്ങും പിടിച്ച് വർത്താനം പറഞ്ഞാണ് പോകുന്നത്. നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ്. അതാണ്, ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും കാഴ്ചകളെല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ കാഴ്ചകൾ. നമ്മൾ വയനാട്ടിലുള്ളവർ മാത്രമല്ല, വയനാട്ടിൻ്റെ പുറത്തുള്ളവരും ഒരുപാട് പേര് വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ലൈഫിൽ കുറച്ച് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. കണ്ട് മറ്റേ ഏലത്തോട്ടല്ലേ, ഏലം കണ്ടില്ല, ഇനി ഫുൾ ഏലക്കത്തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിർത്തി ബാക്കോട്ട് എടുത്ത് തിരിക്കേണ്ട ഒരു അത്രയും ഹെയർ പിൻ വളവുകളാണ്.
പിന്നെ താഴത്തെ കാഴ്ചകളുണ്ടല്ലേ, അത്രയും എന്താ പറയുക കിടിലൻ കാഴ്ചകളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ട് ഇനിയും മുമ്പോട്ട് പോയിട്ട് ഇനിയും ഓഫ് റോഡ് 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എത്തിയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് മറ്റേ അരണമല കയറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇത്, കണ്ടില്ലേ. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. കുന്നും മലയും കയറി നമ്മൾ ഈ കാടിൻ്റെ നടുവിലൂടെ ഈ ഒരു കുന്നിൻ്റെ മേലെ കൂടി ഈ ജീപ്പിലൂടെയുള്ളൊരു എന്താ പറയുക ഓഫ് റോഡ് ഡ്രൈവിങ് അത്രയും ആസ്വദിക്കും. അത്രയും മനസ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാഴ്ചകളായിരിക്കും. നമുക്ക് എന്താ പറയുക ഫ്രണ്ട്സിന് മാത്രമല്ല ഫാമിലീസിനും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാം. ഒരു പ്രശ്നവുമില്ല. അത്രയും നല്ല എന്താ പറയുക നമ്മളോട് ഗസ്റ്റിനോട് അത്രയും നല്ലൊരു പെരുമാറ്റവും അത്രയും നല്ലൊരു സഹകരണവും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ വിഷ്ണുവായിട്ടുള്ള എന്താ പറയുക അത്രയും നല്ലൊരു ഞങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക അങ്ങോട്ടുള്ള യാത്രയിൽ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്രയും നല്ല രീതിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ഡ്രൈവ് വരിക. പിന്നെ മേലെ ചെന്നൊരു ടെൻ്റായിട്ടുള്ള ഒരു ടെൻറ്റിലൊരു ഡേ താമസിക്കുന്ന കാഴ്ചകളും പിന്നെ അവിടുത്തെ ഫുഡും പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അത്രയും ഹാപ്പിനെസ് ആയിരിക്കും. കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്ന് വിട്ടു വന്നിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മൊബൈലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആ പാട്ട് എടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ. അതാണ് മെയിനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഇല്ല, ഒരൊറ്റ ഒരു എന്താ പറയുക സെല്ലുലാർ ഇതിനൊന്നും റേഞ്ച് ഇല്ല. എല്ലാവിധ തിരക്കുകളും നമുക്ക് മോചനമാണ് ശരിക്കും. നമ്മളിവിടെ വരുന്നത് എന്താ പറയുക ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാ തിരക്കും ടെൻഷനിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഫോണിലും ഇൻ്റർനെറ്റിലും സ്പെൻഡ് ചെയ്യുന്ന ടൈമൊന്നും നമുക്കിവിടെ അതുപോലെ വേസ്റ്റ് ആവില്ല. ആ പാട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അതിന് മാത്രം നമ്മൾ ഫോണും ക്യാമറാസും യൂസ് ചെയ്യുള്ളൂ. ബാക്കിലുള്ളവർ തെറിച്ചു പോയോ? ഇതൊക്കെ എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല 1982 തൊട്ടിട്ട് മൂപ്പര് ജീപ്പ് ഓടിക്കുന്നതാണ്. ആ വിഷ്ണു പൊളിയല്ലേ ഉണ്ടല്ലേ, ജീപ്പ് കയറി പോകുന്നുണ്ടല്ലേ. അപ്പോൾ മേലെ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്. ഓ ഇനിയിപ്പോൾ ജീപ്പിൻ്റെ പുറകെ ഓടി കയറണം. അത്രയും പൊളിയാണ്, കണ്ടില്ലേ ചുറ്റും കാടാണ്. കാടിൻ്റെ നടുക്കിലൂടെ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെയാണ് ജീപ്പ് ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ തിരിച്ചു പോകണ്ട. അപ്പം നൈസിൽ സൈഡൊക്കെ കൊടുത്ത് ഇനി നമുക്ക് ജീപ്പിൽ കയറിയിട്ട് ബാക്കി കാണാം പോലെ. ഓ ഒന്നും പറയല്ല, കിടിലൻ കാഴ്ചകളാണ്. ഇതിലൊക്കെ നടന്നു കയറണല്ലേ, ജീപ്പ് ഇല്ലാണ്ട് നേരത്തെ ഇപ്പം പദവ് പോകും. അതിനുകൊണ്ട് എൻ്റെ ബുള്ളറ്റ് കൊണ്ട് വന്നിട്ട് കയറി. പക്ഷേ സ്പ്രിങ് മറ്റേ സ്റ്റാൻഡൊക്കെ പൊട്ടി ഫുള്ള് അടിയൊക്കെ അടിച്ച്. അന്ന് ഈ മഴ സമയമായിരുന്നു, നല്ല സ്കിഡാവുമായിരുന്നു. അപ്പം നമുക്ക് നേരെ പോവാം. അല്ല ഞങ്ങളെ അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് അവനെ കാത്തിക്കാണോ. അപ്പോൾ ചേട്ടാ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്തൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ ഇവിടുത്തെ നമ്മളെ യാത്രകളും കാഴ്ചകളൊക്കെ. നമ്മുടെ ഈ ജീപ്പ് ഇവിടെ ഇതിനെപ്പറ്റി പറയാനെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഞാൻ 82 തുടങ്ങിയതാണ് ജീപ്പ് ഡ്രൈവിംഗ് അല്ലേ. ഡ്രൈവിങ് ഇങ്ങനെ 4 വീൽ പിന്നെ ഇങ്ങനെയുള്ള ഈ കോളനികളിലൊക്കെ സാധനം കൊണ്ടുവരും, സുഖമില്ലാത്ത ആളെ കൊണ്ടുവന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു പണികൾ തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ ആയിപ്പോൾ 4 വീൽ വണ്ടി ഇഷ്ടംപോലെ ആയി, ടൂറിസം ഒക്കെ ആയതുകൊണ്ട് അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ റോഡ് ഇപ്പോൾ ഇന്റർലോക്ക് ശരിക്കും ജീപ്പ് ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ലല്ലേ. ബിൽഡിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വരെ നമ്മൾ ജീപ്പിൽ അടിച്ചത് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും റിസോർട്ടിൻ്റെ എല്ലാ സംഗതികളും ചെയ്തതും. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിങ്ങിൽ. ആ ഇന്റർലോക്ക് ചെയ്തൊക്കെ മേലെ താഴെ മെയിൻ റോഡിൽ നിന്ന് കംപ്ലീറ്റ് ഇതേമാതിരി ഓഫ് റോഡുകൾ തന്നെ ആയിരുന്നു ആദ്യം. ഒരു 3 വർഷം മുന്നാണ് അത് ഇന്റർലോക്ക് ചെയ്തത്. പിന്നെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ ഈ ഒരു ഇങ്ങനെ പകൽ സമയങ്ങളിൽ മൃഗങ്ങളൊന്നും ഇറങ്ങൂലല്ലോ. ഇല്ല, വണ്ടികളൊക്കെ മേലെ നമ്മളിപ്പോ ചെല്ലുന്ന സ്ഥലം അരണമല കയറി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മൃഗങ്ങളെ ശല്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇനി ആനകളൊക്കെ ഉണ്ടാകുന്നത് പറഞ്ഞാല് നല്ല വേനൽക്കാലത്ത് ഏറ്റവും ടോപ്പ് കുന്നായതുകൊണ്ട് അങ്ങനെ ഇറങ്ങി വരില്ലായിരിക്കും. ഇറങ്ങി വരും. പക്ഷെ അത് ഇതാണ് ഇപ്പോ എല്ലായിടത്തും നല്ല തീറ്റയും മേലൊക്കെ നല്ല തീറ്റയല്ലേ, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം ആണ് ഇപ്പോ മൃഗങ്ങളൊന്നും. ഇവിടെ ഏത് വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും, വെള്ളം പറ്റൂല. അപ്പൊ അധികം മൃഗങ്ങൾ ഇറങ്ങി വരേണ്ട ഒരു ആവശ്യമില്ല. ഇല്ലല്ല.
പുള്ളിയുടെ മോന് ഡ്രൈവർ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ ഈ ഇതൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മനസ്സിന് എപ്പോഴും ഒരു സമാധാനം സന്തോഷമായിരിക്കും. നമ്മൾക്കൊക്കെ എന്താ പറഞ്ഞാൽ ഒരു ദിവസത്തിൽ വന്നില്ലെങ്കിലാണ് അതാണ് ശരിക്കും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 20ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ടെൻഷനൊക്കെ ആയിട്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ഈ ഒരു ഇത് ചെയ്യുന്ന കാണുമ്പോഴേ ജീവിതത്തിൽ അങ്ങനെ ജോലിൻ്റെ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ജീവിതത്തിനോടൊരു മടുപ്പ് തോന്നില്ല ഇങ്ങനത്തെ ജോലി കഴിയുമ്പോൾ. നമ്മളിപ്പോൾ 2-3 കൊല്ലം ഇവിടെ അന്ന് മുതൽ പുള്ളിക്കാരനെ കണ്ടു. അപ്പോൾ അതേ ഇത് ഇപ്പോഴും. അതിന് പേരെന്തെങ്കിലും ഞാൻ പറഞ്ഞു, പേര് മായിൻ. അറിയാം. ഒരു മേപ്പാടിയിലൊന്നുമല്ല, എല്ലാ ടൗണിലും ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ മേപ്പാടി എന്ന് പറഞ്ഞാൽ ആദ്യം വിളിക്കുക നമ്മളായിരിക്കും. അത്രയും കൊല്ലത്തിന് പരിചയം. നമ്മുടെ മൈൻഡ് കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരുന്നത്. നമ്മൾ ഓഫ് റോഡ് ഏതാണ്ട് കഴിയാനായി. വന്ന വ്യൂ ആണ്, നല്ലൊരു കാഴ്ചയാണ് മുമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓഫ് റോഡൊക്കെ കയറി നമ്മുടെ മോയൻകാൻ്റെ മോൻ്റെ വണ്ടി ഇടുന്നുണ്ടല്ലേ. എവിടുന്ന് കണ്ടില്ലേ, നമ്മളിപ്പോൾ മേലെ എത്തി. ഓഫ് റോഡ് കയറി ഏതാണ്ട് കുറേയൊക്കെ മേലെ എത്തി. അപ്പോൾ നമ്മൾ ജീപ്പ് ഇവിടെ നിന്ന് ചെറുതായിട്ട് സൈഡാക്കി നിങ്ങൾക്ക് ഈ കാഴ്ചകളൊന്ന് പകർത്തി തരാൻ വേണ്ടിയിട്ട്. പാരമലയിലേക്ക് നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞ് മേലെ കയറി വരുന്ന ഒരു വ്യൂ ആണ്. കണ്ടില്ലേ, ഒരു രക്ഷയില്ല. കിടിലൻ പാറി വ്യൂ ആണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു എന്താ പറയുക, യാത്രയുടെ ഈ ഒരു അനുഭവം ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ ആ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. ഇനി കുറച്ചും കൂടെ ഡിസംബറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഡിസംബറിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങോട്ടൊക്കെ ടൂറ് വരിക. സുജിത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ അനു. നമ്മുടെ റിസോർട്ടിൻ്റെ ഒക്കെ സെറ്റപ്പ് എല്ലാം നോക്കിയെടുക്കുന്ന ആളാണ്. നമ്മൾ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ ഫാമിലി. താഴോട്ട് നല്ല വ്യൂ ആണ്. ഏലത്തോട്ടാണ് കണ്ടില്ലേ. പിന്നെ അതിൻ്റെ ദൂരെ കണ്ടില്ലേ, താഴെയാണ് കറക്റ്റ് നമ്മളെ ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ഇതിന് അപ്പോൾ ഇതിന് നേരെ കണ്ടില്ലേ, നേരെ നമ്മുടെ ഈ ഒരു വ്യൂ ആണ്. തൊള്ളായിരം കണ്ടില്ലേ കാണുന്നത്, 900 കണ്ടിൻ്റെ വ്യൂ ആണ്. ഉണ്ട് സംഭവമൊക്കെ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസിൽ ഒരു നൈറ്റ് ഒരു എന്താ പറയുക ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഒന്ന് കൂളായിട്ട് എൻജോയ് ചെയ്തിട്ട് പരിപാടിയൊക്കെ ഫുൾ ഓണാക്കണം. കണ്ടില്ലേ, ഫുള്ള് ഒരു നല്ലൊരു കിടിലൻ ആംബിയൻസ് ആണ് കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ടുള്ള വ്യൂ ആണ് കണ്ടില്ലേ. കുക്കിംഗ് ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത് ഇതിണ്ട്. വിഷ്ണു, വയനാട് ട്രക്കിങ്ങില്ലേ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ്, നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പേരാണ് വയനാട് ട്രക്കിംഗ്. അപ്പോൾ ചേട്ടൻ ചെറിയൊരു കട്ടനൊക്കെ റെഡി ആക്കിക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ അനു മാസ്ക് എന്താകത്ത്, ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഒക്കെ മെയിൻ ആള്. എന്താ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറയും. അടിപൊളിയാണല്ലേ. വേറെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഇല്ല ഇവിടെ നിങ്ങൾക്ക്? 900 കണ്ടിയിലുണ്ട്. 4 കെട്ട് വീടുണ്ട്. 4 കെട്ട് വീട് അതെവിടെയാ? കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. 3 ബെഡ്റൂമിന്റെ വീടുണ്ട്. 3 ബെഡ്റൂമിൽ കാരാപ്പുഴ തന്നെ. ഓക്കെ. പിന്നെ വേറെ എവിടെയൊക്കെയല്ലേ? അമ്പൂത്തിമലേൻ്റെ അവിടെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും നമ്മുടെ അനുവിൻ്റെ അടുത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആളെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ അനുവിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ കാടിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ചെറിയൊരു കട്ടൻ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വിഷ്ണു ഇവിടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കണ്ടില്ലേ. നല്ല ചൂട് പക്കോട, പിന്നെ എന്താ കട്ടൻ കണ്ടില്ലേ, നല്ല ലൈറ്റ് കട്ടനാണ്. സംഭവമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിക്കേണ്ട ഒരു താമസം താഴെയാണ്. നമുക്ക് എന്താ പറയുക, താമസവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, കിടിലൻ ടെൻറ്റുകളൊക്കെയാണ്. ടെൻറ്റിലാണ് ഇപ്പോൾ ഇന്ന് നൈറ്റ് താമസിക്കുന്നത്. കണ്ടില്ലേ, ഇതിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നൊരു കാഴ്ച കണ്ടില്ലേ. ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഈ ഒരു അരുവീൻ്റെ സൗണ്ടും പിന്നെ ഈ കാടൊക്കെ കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുന്നൊരു കിടിലൻ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗസ്റ്റാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഏലത്തോട്ടത്തിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, വൈകുന്നേരത്തെ നല്ലൊരു കാഴ്ചയാണ്. തണുപ്പും പിന്നെ ഈ അരുവീൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നേരെ പോയി. ഇവിടെയാണ് നമ്മുടെ ടെൻ്റ് ഉള്ളത്. ടെൻ്റ് പോയി കാണാം.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫാമിലി അല്ല, അപ്പോൾ അവരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വൈഷ്ണവിൻ്റെ മമ്മി. വസിഷ്ഠൻ, സോറി നിൻ്റെ പേര് ഓർത്ത് കിട്ടുന്നില്ല. ഇത് വൈഷ്ണവ്, എന്താണ് പേര് പറഞ്ഞു? ലക്ഷ്മി. നമ്മുടെ ലാസ്റ്റ് എഴുതാവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏലത്തോട്ടത്തിലൂടെ ഇങ്ങനെ ഈ നടന്നു വേണം ടെൻറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല പുഴേൻ്റെ അരുവിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ആ ഒരു കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ നമ്മുടെ ടെൻറ്റ്, നമ്മുടെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന ടെൻറ്റ് ഇവിടെയാണ്. മേലെ ലഗേജസ് ഒക്കെ മേലെ വെച്ചു ഡോർമെട്രിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത്. ഇതുണ്ടല്ലേ, നല്ല അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ടെൻറ്റാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ക്യാമ്പ് ഫയറും പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് എന്തായാലും ഒരു കിടിലൻ പരിപാടി. ചാനലിൻ്റെ പേര് മറക്കണ്ട, ട്രാവൽ വിത്ത് മൈ ലൈൻസ് കേട്ടോ. ആഹാ, നമ്പർ അല്ല, വാട്സപ്പിൽ അയച്ചു കേട്ടോ. ആഹാ, ഗെയിമിൻ്റെ ആളാണല്ലേ? ഏതാ, ഫ്രീ ഫയറാ? എനിക്ക് തോന്നി ഇപ്പം എല്ലാവരും അഡിക്ഷൻ ഫ്രീ ഫയർ അല്ലേ? പബ്ജിയോ? പബ്ജിയൊക്കെ ഔട്ടായി. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ കളിക്കാം? അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുവിലൂടെ ഈ ഫാമിലീൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നു പോവാണ്. നിങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. ഇത് അങ്ങോട്ട് ലൈറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ, അപ്പോൾ രണ്ട് സൈറ്റായിട്ട്. ആ, അത് കറണ്ടും പരിപാടി കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കറണ്ട് കാര്യം വന്നു, ജനറേറ്റർ ഫോൺ റേഞ്ചില്ല. അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം 4 പേര്. 2+ ഉണ്ട്, പിന്നെ 3+ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അധികം ഇരുട്ടുന്നതിന് മുന്നേ താഴെ പോയി കാഴ്ചകളെ കണ്ടിട്ട് മേലോട്ട് കയറണം. അധികം ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ, നല്ല അരുവീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കിതൊക്കെ കണ്ടിങ്ങനെ താഴോട്ട് പോയി നോക്കാം. ഒന്നും പറയാനില്ല, അത്രയും കിടിലൻ കാഴ്ചയാണ്. നമ്മൾ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആരണമല മേലെ റിസോർട്ടിൽ വന്നിട്ട് താഴോട്ട് ഇങ്ങനെ എന്താ പറയുക ട്രക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, കിടിലൻ ആംബിയൻസ്, ഒന്നും പറയാനില്ല. ശരിക്കും ഇങ്ങനത്തെ പ്ലേസിലൊക്കെ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് വേണം വരാൻ വേണ്ടിയിട്ട്. കാലൊന്നും തെറ്റി വീഴാണ്ട് മാക്സിമം എന്താ പറയുക സേഫായിട്ട് വേണം വരാൻ. ഫാമിലിക്കും ഫ്രണ്ട്സിനായിട്ടാണെങ്കിലും എങ്ങനെയാണ് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണ്. ഇവിടുന്ന് സൂക്ഷിച്ചിറങ്ങാൻ ഇറങ്ങി. സംഭവം കിട്ടില്ലേ? സംഭവം പ്ലേസ് അടിപൊളിയല്ലേ? കല്ലാറ് ഇല്ലല്ലോ, പോയിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഓരോ പരിപാടികളൊക്കെ ആയിട്ട്. ഏറ്റവും മേലെ തിണ്ടിക്കാണ്ടില്ലേ, കുറച്ചും കൂടെ താഴോട്ട് ഇങ്ങനെ നടക്കാണ്ട്. വിഷ്ണു നേരെ ഫ്രണ്ടിൽ ഗൈഡൻസ് കൊടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ചാടി പറന്ന് പോവാണ്. ആളവിടെ എത്തി, നോ പ്രോബ്ലം, സേഫാ. കൈ പിടിച്ചു അല്ലെങ്കിൽ വീഴും. ശരിക്കും നല്ലോണം സേഫായിട്ട് നല്ലോണം സൂക്ഷിച്ച് വേണം ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ. സംഭവം അത്രയും അഡ്വഞ്ചറാണ്. നല്ലോണം ടൈമൊക്കെ പിരിട്ടി തുടങ്ങി, വൈകുന്നേരമായി. എന്നാലും നമുക്ക് എന്താ പറയുക മാക്സിമം കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു അരുവിയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാം. ഇപ്പോൾ ചൂടൊക്കെ മാറിയില്ല, തണുത്ത് തുടങ്ങിയില്ലേ? സംഭവം നൈസല്ലേ? എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്താ പറയുക, ഈ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു അരുവിയുടെ താഴെ എത്തി. ചെറിയൊരു തണുപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
വയനാടിൻ്റെ പ്രത്യേകതയാണ് കണ്ടില്ലേ, ഏതൊരു ക്ലൈമറ്റിൽ വന്നാലും കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തണുപ്പും. മേപ്പാടിക്കാർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, മേപ്പാടിക്കാരുടെ അഭിമാനമാണ് നമ്മുടെ ഈ അർണമലയും ഇവിടുത്തെ വ്യൂവും. കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കണ്ടില്ലേ, പോകുന്തോറും എന്താ പറയുക അത്രയും നല്ല നല്ല കാഴ്ചകളാണ് കാടിൻ്റെ ഉള്ളിലും. പിന്നെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. അങ്ങനത്തെ മൃഗങ്ങളോ മറ്റേ കുരങ്ങ് പോലും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ അത്രയും ധൈര്യമായിട്ട് നമുക്ക് ട്രക്ക് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങാം. അട്ടയൊന്നുമില്ലല്ലോ, ഉണ്ടോ? അടിച്ചോ? അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഉപ്പിട്ടിട്ട് തീർക്കാം നമുക്ക്. അവിടെ വീഡിയോ എടുക്കുക. വേറെ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നൈസിൽ കുളിച്ചിട്ട് പോയിരുന്നു. ആ നല്ല തണുപ്പായിരിക്കും വെള്ളം, വെള്ളത്തിനൊരു രക്ഷയുണ്ടാവില്ല, നല്ല തണുപ്പായിരിക്കും. കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് അരുവീൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന സൂപ്പർ വ്യൂ ആണ്. ഇല്ല, വെള്ളം നല്ലോണം എന്താ പറയുക, അങ്ങോട്ട് താഴോട്ട് കുറച്ചുകൂടെ ഇറങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു പീക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ലോണം വെള്ളം നല്ലോണം പതച്ചു വീഴുന്നുണ്ടല്ലേ. ഇവിടെ വന്നിട്ട് നല്ലോണം എന്താ പറയുക കുളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും കാഴ്ചകളാണ് കണ്ടില്ലേ. നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ കുറച്ച് നടന്നു പോവാം. കണ്ടില്ലേ, അവിടെ നിന്ന് നല്ലോണം വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാഴ്ചകളും പിന്നെ ഈ കാടിൻ്റെ ഒരു എന്താ പറയുക ശരിക്കും ഒരു കൂരിരുട്ട് ഇങ്ങനെ ശരിക്കും വന്ന് പതിച്ചു തുടങ്ങി. കാരണം നല്ലോണം സൂര്യനൊക്കെ പോയില്ലേ, ഇപ്പോൾ സംഭവം നല്ല വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ എന്താ പറയുക സന്ധ്യയായി, സമയം ഇരുട്ടി തുടങ്ങി. അതിൻ്റെ കൂടെ ഈ ഒരു അരുവിയുടെ ഇപ്പോൾ താഴെ പോയനെ ഇവിടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നത്. അതിൻ്റെ മേലെ നിന്നാണ് ഇങ്ങനെ കറക്റ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ കണ്ടില്ലേ കുറച്ചും കൂടെ നല്ല നല്ല വ്യൂകളുണ്ട്. അപ്പോൾ എങ്ങനെയാ ഷുവറല്ലേ, മാക്സിമം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. വിഷ്ണു നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ആ ചാടിക്കോ ഇവിടെ ചോട്ടുണ്ടോ, ഇങ്ങോട്ട് ഓടിക്കുക, അവിടെ തിന്നും. കൈ പിടിച്ചു കൊടുത്തോ. ഓ നോ, കൈ പിടി. ഓർ സീനില്ല, നമ്മൾ സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസിൽ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൈ പിടിക്കണോ? പിടിക്കട്ടോ, പിടിച്ചോട്ടോ. വാ ഇവിടെ ചോട്ട്. മെല്ലെ വന്നാൽ മതി. ഓക്കെ, നമ്മൾ സേഫായിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകാനുണ്ട്. ഈ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ച് എടാ തണുപ്പുണ്ടോ? തീരെ തണുപ്പില്ലല്ലേ. ഞങ്ങൾ നൈസിൽ ഈ ഒരു ഈവനിങ് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്പെക്സ് എല്ലാവരും കണ്ണട പോയത്. അറിയാം. എടാ ഞാനിവിടെ താഴെ വെള്ളത്തിലടാ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും തിരിച്ചു വരുമ്പോൾ കാണാം. ബൈ. താഴെ പോയി റിവറിൽ പോയിട്ട് എന്താ പറയുക നൈസായിട്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ മേലെ കയറി കണ്ടില്ലേ, ടെൻറ്റിൻ്റെ ആ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്തതിൻ്റെ മേലെത്തി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ കളറാണ് കണ്ടില്ലേ. കിഡിലൻ കാഴ്ചയാണ്. ഒരു ടെൻറ്റിൽ ശരിക്കും 3-4 പേർക്ക് നമുക്ക് കിടക്കാം. കണ്ടില്ലേ, ഇത്രയും നല്ലൊരു സ്പോട്ടാണ്.
സംഭവം പരിപാടികളൊക്കെ ഉഷാറായിരുന്നില്ലേ? ഉഷാറായില്ലേ? പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് നീന്താൻ അറിയുന്നതുകൊണ്ട് രണ്ടുപേരും നല്ലോണം എൻജോയ് ചെയ്തു. ചെറുതായിട്ട് നമ്മൾ പിന്നെ നല്ല തണുപ്പൊക്കെയാണ്. അത് നമ്മൾ മൈൻഡ് ആക്കില്ല. ഈ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റ് നൈസായിട്ട് എടുക്കും. സംഭവം ഫുൾ കളറാണ്. ടെൻ്റൊക്കെ ഉഷാറായി ഇഷ്ടമായില്ല എല്ലാവർക്കും. സംഭവം നൈസാണ്. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക ഇനി ഫാമിലീസൊക്കെ ഇത് ഒരുപാട് ഞങ്ങളിങ്ങനെ കൊണ്ടുവരും. ബാക്കി വിഷ്ണു ടെൻറ്റിനെ കുറിച്ചൊക്കെ സേഫ് അല്ല? എല്ലാം ഉഷാറാണ്, വാട്ടർ പ്രൂഫാണ്, വെള്ളം കയറില്ല, ഒന്നും പേടിക്കാനില്ല, എല്ലാം സേഫാണ്. പിന്നെ മൃഗങ്ങളുടെ ശല്യം ഇല്ല കേട്ടോ, മെയിനായിട്ട് അതാണ്. നമുക്കൊന്നും പേടിക്കാനില്ല. ഒരു ഇത്രയും നേരം വന്നിട്ട് ഒരു മൃഗം പോലും കണ്ടില്ല നമ്മൾ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയില്ല, എല്ലാം കൂളാണ്. അതാ വിഷ്ണുവിൻ്റെ തട്ടിക്ക് സാധനം കിട്ടി. മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ബൾബ് ചെയ്ത് ഫുൾ കളറാക്കിയിട്ടുണ്ട്. ഒരു ടെൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചയും നോക്കാം. നമുക്ക് ഫോൺ വെക്കാൻ വരെ ഫ്ലാഷ് അടിച്ചിട്ട് ഈ ലൈറ്റിന് പോരെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. നല്ല ക്ലീനാണ് മുഴുവൻ. ഒരു 4 പേർക്ക് കൂളായിട്ട് കിടക്കാൻ പറ്റുന്നത്. നമുക്ക് ചുറ്റും ഒന്ന് നടന്നിട്ട് ഇവിടുത്തെ ഒരു കാഴ്ച കാണാം. താഴെ ആ ഒരു പുഴയിൽ പോയിട്ട് എന്താ പറയുക അവിടെ വരെ പോയി ട്രക്ക് ചെയ്ത് താഴെ പോയി ഒന്ന് കുളിച്ച് വന്നപ്പോൾ തന്നെ നല്ലോണം ടയർഡായി. കണ്ടില്ലേ? സംഭവം ഫുൾ കളറാണ്. കാടിൻ്റെ നടുവിലാണ് ഈ ഒരു ടെൻ്റ് അടിച്ചിട്ട്. നമ്മുടെ വയനാട് ട്രക്കിങ്ങിനാണ് ഈ റിസോർട്ടിൻ്റെയും പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ പേര്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ബാക്കി പരിപാടിയിൽ കുറച്ച് കാണാം. ബൈ.